ഒളിഞ്ഞും തെളിഞ്ഞും അതീവ രഹസ്യമായി കിടക്കുന്ന ടണലുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ടണലല്ല, മറിച്ച് തുരങ്കങ്ങളുടെ ഒരു സമ്പൂർണ്ണ ശൃംഖല തന്നെയുണ്ട്. ഇന്ത്യൻ സായുധസേന ഒന്നിലധികം ടണലുകൾ അന്വേഷിക്കുന്ന ദൗത്യത്തിലാണ്. കൂടുതലും ജമ്മു പ്രദേശങ്ങളുടെ അതിർത്തിയിലാണ് അന്വേഷണം നടക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് കടക്കുന്ന ടണലുകളാണിവ. ക്രോസ്ബർ ഭീകരതയെന്നാണ് ഇതിനെ വിളിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണം ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ഭീകരാക്രമണത്തിന് സമാനമാണ്. തുരങ്കങ്ങൾ ഒരു ഉദാഹരണമാണിതിന്. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹമാസ് തുരങ്കപാതകളാണ് ഉപയോഗിച്ചത്. അവയ്ക്ക് വിപുലമായ തുരങ്ക ശൃംഖലയുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ തീവ്രവാദികൾ അതുതന്നെയാണ് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 2 ദശകങ്ങളിലായി ഇന്ത്യ 22 തുരങ്കങ്ങളാണ് കണ്ടെത്തിയത്. അവയെല്ലാം പാകിസ്ഥാനിൽ നിന്നാണ് ഉത്ഭവിച്ചത്. തീവ്രവാദികൾ ഈ ടണൽ മാർഗമാണ് ഇന്ത്യയിലേക്ക് കടന്നതും. 2019 പുൽവാമയിലെ ചാവേർ ബോംബാക്രമണം നമുക്ക് ഓർമ്മയുണ്ടാകും. 40 ഇന്ത്യൻ സൈനികർ അതിൽ കൊല്ലപ്പെട്ടു. ആ ആക്രമണത്തിന് പിന്നിലെ പ്രധാന തീവ്രവാദികളിൽ ഒരാൾ ടണൽ വഴിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. തുടർന്ന് 2016 നടന്ന നഗോട്ട സൈനിക ക്യാമ്പ് ആക്രമണവും ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ വഴിയാണ് തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിരുന്നത്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഈ രീതി സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. ഈ ടണലുകളിൽ ഭൂരിഭാഗവും ജമ്മു സെക്ടറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിലത് ജമ്മുവിലെയും കാശ്മീരിലെയും ജില്ലകളായ സാംബയിലും കത്വയിലും കണ്ടെത്തിയിട്ടുണ്ട്. അവയ്ക്കെല്ലാം പൊതുവായ ഒരു കാര്യം പാകിസ്ഥാനുമായുള്ള അതിർത്തിയാണ്. കശ്മീരിലേതിനേക്കാൾ കൂടുതൽ തുരങ്കങ്ങൾ ജമ്മുവിൽ നിർമ്മിക്കണമെന്നാണ് ഇന്ത്യൻ സൈന്യം നിർദ്ദേശിക്കുന്നത്. അതിന് കാരണം ജമ്മുവിലെ ഭൂപ്രകൃതി പരന്നതാണ്. മാത്രമല്ല നദീതടവും പരന്നതാണ്. അതുപോലെ മണ്ണ് അയഞ്ഞതുമായതിനാൽ ഇവിടെ കുഴിക്കുന്നതിന് അനുയോജ്യമാണ്. തീവ്രവാദികൾ മാത്രമല്ല, ആയുധക്കടത്ത് പോലുള്ള മറ്റു കാര്യങ്ങൾക്കും ഇത്തരം ടണലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കോർട്ടക്സ് കള്ളക്കടത്ത്, ഇന്റലിജൻസ് ശേഖരണം, അങ്ങനെ എല്ലാത്തരം കാര്യങ്ങൾക്കും ഇവ ഉപയോഗിക്കാറുണ്ട്. ചില തുരങ്കങ്ങൾക്ക് 30 മീറ്റർ ആഴവും 500 മീറ്റർ നീളവുമുള്ളതായി കണ്ടെത്തി. ചിലതിൽ ഓക്സിജൻ വിതരണ സംവിധാനങ്ങൾ പോലും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സൈന്യമാണ് ഈ തുരങ്കങ്ങൾക്ക് പിന്നിലെ സൂത്രധാരന്മാർ. ഇത് തെളിയിക്കുന്ന തെളിവുകൾ ഇന്ത്യൻ സൈന്യം പങ്കുവച്ചിട്ടുണ്ട്. മണൽ ചാക്കുകളാലാണ് തുരങ്കങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. അവയിലെല്ലാം കറാച്ചിയിൽ നിർമ്മിച്ച അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ മാനുവൽ പരിശോധനകളിൽ ചില ടണലുകൾ അതിർത്തിക്കപ്പുറത്തുള്ള പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിലേക്ക് നീളുന്നതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇടപെടലിനെ സൂചിപ്പിക്കുന്നു. അവരുടെ ടണൽ പ്രവർത്തനങ്ങൾ ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ചും സാങ്കേതികവിദ്യ ഉപയോഗിച്ചും പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ ഇന്ത്യ തകർക്കും. ഇന്ത്യ ധാരാളം ഡ്രോണുകൾ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. എല്ലാ ബോർഡർ പ്രവർത്തനങ്ങളും ഈ ഡ്രോണുകളിലൂടെ ട്രാക്ക് ചെയ്യപ്പെടും. ഡ്രോണുകളിൽ ചിലതിൽ നിലത്ത് തുളച്ചുകയറുന്ന റഡാറുകൾ പോലുമുണ്ട്. തുരങ്കങ്ങൾ പോലുള്ള ഭൂഗർഭ ഘടനകൾ കണ്ടെത്താൻ ഇവ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇതാണ് ആദ്യഘട്ടം. 2ാം ഘട്ടം ഭൂകമ്പ സെൻസറുകളാണ്. ഇവ അതിർത്തിക്ക് സമീപമാണ് വിന്യസിച്ചിരിക്കുന്നത്. കുഴിബോംബ് പോലുള്ളവയെ കണ്ടെത്താൻ ഇതിന് കഴിയും. നിലത്തെ വൈബ്രേഷനുകൾ പോലും കണ്ടെത്താനാകും. ഉയർന്ന നിലവാരമുള്ള സാറ്റലൈറ്റ് ഇമേജറിയുമുണ്ട്. 3ാം ഘട്ടം നോക്കാം. കൃത്രിമ ബുദ്ധി AI പ്രാപ്തമാക്കിയ സ്മാർട്ട് വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവ മനുഷ്യന്റെ ചലനം കണ്ടെത്തുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഏറ്റവും വിശ്വസനീയമായ സാങ്കേതികവിദ്യ മനുഷ്യബുദ്ധി തന്നെയാണ്. ഒരു സെൻസറിനും വിവരമുള്ള ഒരു സൈനികനെ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല. ഇന്ത്യ ടണൽ വിരുദ്ധ കിടങ്ങുകൾ പോലുള്ളവ പരീക്ഷിച്ചുകൊണ്ട് പരമ്പരാഗത രീതികൾ പ്രയോഗിക്കുന്നു. അതിർത്തിയിൽ കുഴിച്ച ആഴത്തിലുള്ള ചാനലുകളാണ് ഇവ. തുരങ്കങ്ങൾ കണ്ടെത്തുന്നത് ഇത് എളുപ്പമാക്കുന്നു. പാകിസ്ഥാൻ ഭീകര തുരങ്കങ്ങൾ കുഴിക്കുമ്പോൾ ഇന്ത്യ തന്ത്രവും നവീകരണവും ഉപയോഗിച്ച് കൂടുതൽ ആഴത്തിൽ കുഴിക്കുകയാണ്. യാഥാർത്ഥ്യം എന്തെന്നാൽ ഇസ്ലാമാബാദിന്റെ പ്ലേബുക്ക് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നതാണ്. ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ച് അവർ തീവ്രവാദികളെ കയറ്റുമതി ചെയ്യുന്നത് തുടരുന്നു. നിഴൽ യുദ്ധങ്ങൾക്കപ്പുറം പാകിസ്ഥാന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ടണലുകളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം മാത്രമല്ല, തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യത്തിന്റെ മാനസികാവസ്ഥയെ അവ പ്രതിഫലിപ്പിക്കുക കൂടി ചെയ്യുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ ഭീകരവാദ പങ്കാളിത്തത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഈ ടണലുകൾ പാകിസ്ഥാൻ പ്രസ്താവനകളെ ഉച്ചത്തിൽ നിഷേധിക്കുന്നു. അതേസമയം ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം. സയ്യിദിനെ സംരക്ഷിക്കാൻ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെ വിന്യസിച്ചിട്ടുണ്ട്. ലാഹോറിലെ മൊഹല്ല ജോഹറിലെ വീടുൾപ്പെടെ അദ്ദേഹത്തിന്റെ വസതികളിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റുമുള്ള പ്രദേശത്ത് ഉയർന്ന റെസൊല്യൂഷനിലുള്ള CCTV ക്യാമറകളും ഡ്രോൺ നിരീക്ഷണവും ഉൾപ്പെടെ വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പള്ളിയും മദ്രസയുമുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സയ്യിദിന്റെ കോമ്പൗണ്ടിന് സമീപം സിവിലിയൻ സഞ്ചാരവും നിയന്ത്രിച്ചിരിക്കുന്നു.
2008 മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് ഇന്ത്യയും അമേരിക്കയും അന്വേഷിക്കുന്ന ഭീകരനാണ് ഹാഫിസ് സെയ്ദ്. ഭീകരവാദത്തിന് ധനസഹായം നൽകിയതിന് നിലവിൽ പാകിസ്ഥാനിൽ 46 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിലും കർശനമായ സുരക്ഷാ വലയത്തിലാണ് അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.